നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വർഷവും ഉദ്ഹിയ്യത്ത് ശർആക്കപ്പെട്ടതിന് ശേഷം നബി തങ്ങൾ വഫാത്താകുന്നതുവരെ എല്ലാ വർഷവും 2 ആട് വീതം അറുത്തിരുന്നു. 2 ആടിനെ അറുത്തിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി നല്ല കൊമ്പുള്ള നല്ല തവിട്ട് നിറത്തിലുള്ളതാകുന്ന വെള്ളയും അതുപോലെ തന്നെ കറുപ്പും കൂടി ചേർന്നിട്ടുള്ള നല്ല തടിച്ചു കൊഴുത്തതാകുന്ന 2 ആടിനെ എല്ലാ വർഷവും ആരറിവ് നടത്തി മുഹമ്മദ് റസൂലുള്ളാഹി. അവസാനം ഹജ്ജത്തുൽ വദാ, ഹജ്ജിന് വേണ്ടി അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജ്, ഒറ്റ ഹജ്ജ് നബി തങ്ങൾ ചെയ്തിട്ടുള്ള ആ ഹജ്ജിന് വേണ്ടി വരുമ്പോ 100 ഒട്ടകവുമായിട്ടാണ് വരുന്നത്. എത്ര ഒട്ടകം? 100 ഒട്ടകം. എവിടുന്ന് കൊണ്ടുവരാൻ? മദീനത്ത് നിന്ന് കൊണ്ടുവരാ. തെളിച്ച് എവിടേക്ക്? മക്കത്തേക്ക്. ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കത്ത് കൊണ്ടുവന്നു 100 ഒട്ടകം. അതിൽ 63 എണ്ണം നബി തങ്ങളുടെ വയസ്സിന്റെ എണ്ണമാണ്. 63 എണ്ണത്തെ നബി തങ്ങൾ സ്വന്തം കൈകൊണ്ട് അറിവ് നടത്തി. ബാക്കിയുള്ള മുഴുവതിനെയും ആരെ ഏൽപ്പിച്ചു? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അലിയോട് പറഞ്ഞു, അലിയെ മരുമകനാണല്ലോ, എന്റെ പേരിൽ നീ ഇതെല്ലാം അറിവ് നടത്തിക്കണം. ബാക്കിയുള്ളതിനൊക്കെ ആരറിവ് നടത്തി? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വസിയത്തായി നീ നടത്തേണ്ടത്, വഫാത്തായി കഴിഞ്ഞാൽ നീ നിന്റെ മരണം വരെയും നടത്തേണ്ടതാകുന്ന ഒരേ ഒരു അമൽ, അത് ഉദ്ഹിയ്യത്താണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ആ പ്രവാചകരുടെ പേരിൽ നടത്താൻ വേണ്ടി നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തത് പവിത്രമാക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന ബലിദാനമാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ വഫാത്തായി പോയാലും എന്റെ പേരിൽ എല്ലാ വർഷവും അലിയെ നിന്റെ ജീവിതത്തിൽ ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, എല്ലാ വർഷവും മുടങ്ങാതെ എന്റെ പേരിൽ നീ ഉദ്ഹിയ്യത്ത് നടത്തണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ വഫാത്തായി അടുത്ത വർഷം തന്നെ അലിയാർ തങ്ങൾ 4 ആടിനെയുമായി വരുന്നു. 2 എണ്ണം കൈകൾ കൊണ്ടിറക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ 2 എണ്ണം എനിക്കുള്ളതാണ്. വീണ്ടും 2 എണ്ണത്തെ ഖബീലയിലേക്ക് കടത്തിയിട്ട് വലത് കൈ കൊണ്ട് ബിസ്മി ചൊല്ലി അറക്കുന്നു. എന്നിട്ട് പറയുന്നു, ഹാദാ ലി റസൂലില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് ഈ 2 എണ്ണം. നബി തങ്ങൾക്ക് വേണ്ടി 2 എണ്ണത്തെ അറിവ് നടത്തി വഫാത്ത് വരെ തുടർന്നു വന്നു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. തൗഫീഖ് നൽകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമത്തു ഖൂമി ഉദ്ഹിയ്യതകി ഫശ്ഹദി ബിഹാ. ഫാത്തിമ, നീ ഉദ്ഹിയ്യത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ അടുക്കൽ നീ സാന്നിധ്യം അരുളണം. ഫഇന്ന ലകി ബി അവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ. അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളു ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വന്തം മകളോട് നബി തങ്ങൾ പറയാൻ, മോളെ ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോ നീ എന്ത് ചെയ്യണം? അതിന്റെ അടുക്കൽ സാന്നിധ്യം വരണം. അന്യരാകുന്ന ആളുകളാണെങ്കിൽ മാറി നിന്നാൽ മതി. അതല്ല എങ്കിൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് അതിന്റെ അടുക്കൽ പോയി നിൽക്കുക. അതിനെ അറിവ് നടത്തുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നിന്റെ അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെരുന്നാൾ നമസ്കരിക്കാൻ തന്നെ അർഹതയുള്ളവർ ഇക്കൂട്ടര ഉദ്ഹിയ്യത്തിന് നിയ്യത്ത് വെച്ച ആളുകളാണ്. അവർ നമസ്കരിക്കാൻ വന്നാൽ മതി എന്നാണ് നബി തങ്ങളുടെ അധ്യാപനം തന്നെ. അപ്പൊ നല്ല നിയ്യത്ത് വെച്ചോ. ദുൽഹിജ്ജയുടെ 10 പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി കുപ്പായം വാങ്ങി തുന്നി റെഡിയാക്കി കാത്തിരിക്കുന്ന പുരുഷന്മാരും അതിന് നിയ്യത്തിലിരിക്കുന്ന സഹോദരിമാർ, നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന സഹോദരിമാരും ഒക്കെ മനസ്സിലായിക്കോ, പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും വലിയ അമൽ ഉദ്ഹിയ്യത്തിന്റെ ബലിദാനമാണ്.